പിറക്കുവാൻ ഉണ്ണി നീ വായു, ബേഥലേം മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 1 സാമുവേൽ 25:33 ദാവീദ് അബിഗായിലിനോട് പറയുന്ന വചനമാണിത്. രക്തച്ചൊരിച്ചിലിൽ നിന്നും സ്വന്തം കയ്യാലുള്ള പ്രതികാരത്തിൽ നിന്നും ഇന്ന് എന്നെ തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതം. നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ, നിന്റെ നല്ല വാക്ക് കേട്ടില്ലായിരുന്നെങ്കിൽ, നിന്റെ നന്മ ഒഴുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എടുത്തു ചാടി ഞാൻ രക്തം ചൊരിഞ്ഞേനെ, എൻ്റെ സ്വന്തം കൈ കൊണ്ട് പ്രതികാരത്തിന് മുതിർന്നേനെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നീതിരഹിതനായി പോയേനെ. പക്ഷെ നീ നിൻ്റെ ഒരു ഇടപെടൽ, നിൻ്റെ ഒരു വരവ്, നിൻ്റെ ഒരു സാന്നിധ്യം, അത് പറയാൻ പറ്റാത്ത സന്തോഷമാണ്. അബിഗായിൽ, നീയും നിൻ്റെ വിവേകവും കൊണ്ട് നീ എന്തൊക്കെ നേടിത്തന്നോ? രക്തച്ചൊരിച്ചിലിന് നീ എന്നെ മാറ്റി നിർത്തി. എൻ്റെ കൈകൊണ്ട് തന്നെ പ്രതികാരം ചെയ്ത് തിരസ്കൃതനാകാതിരിക്കാൻ നിൻ്റെ നന്മ എനിക്ക് പുടവയായി. എൻ്റെ ആത്മാവ് കൃപയുടെ പടി കയറി. അബിഗായിൽ, നിൻ്റെ വിവേകവും നീയും അനുഗ്രഹീതമാകട്ടെ. ഇതൊരു വലിയൊരു സൂചനയാണ് പ്രിയപ്പെട്ടവരെ. ചിലരൊക്കെ രക്തം ചിന്താതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, അക്രമാസക്തരാകാതിരിക്കാൻ, കൊലപാതകയാകാതിരിക്കാൻ നിനക്കൊരു അബിഗായിലാകാനുള്ള ഒരു വിളിയുണ്ട്, വിധിയുണ്ട്. ഒരു അബിഗായിലുണ്ടെങ്കിൽ കുറേ അക്രമികളെ പിടിച്ചു കെട്ടാൻ, മതഭ്രാന്തന്മാരെ തടുത്തു നിർത്തുവാൻ നിനക്ക് കഴിയും. നിന്റെ നന്മയും നിന്റെ വിവേകവും കൊണ്ട് രക്തച്ചൊരിച്ചിലും അവിവേകവും പ്രതികാരം ഒഴിവാക്കാൻ കഴിയും. അബിഗായിലുമാർ പിറക്കട്ടെ, അബിഗായിലുമാർ പിറക്കട്ടെ, അബിഗായിലുമാർ പിറക്കട്ടെ. ആമേൻ. വെളിപ്പാടിപ്പൊരുളായി ഇമ്മാനുവേലിന്റെ അവതാരം, ആത്മീയ ജീവന്റെ അമൃതായി ആബാ പിതാവിന്റെ സമ്മാനം, ഉണ്ണിയേശുവിന് പൊന്നുമീറയായി എന്റെ ജീവിതം ഞാൻ നീക്കി വയ്ക്കുന്നിതാ. ഓഹോ, സ്നേഹമഞ്ഞിന്റെ തുള്ളി പെയ്യുന്നു, കൃപയുടെ മഴയത് നനയുക സുഖ.